ഇന്നത്തെ റെസിപ്പി കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മാങ്ങ പെരക്കാണ്. പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു കറി മാത്രം മതിയാകും നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം പഴുപ്പുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഇതാ ഒന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ മാത്രം മതിയാകും. അത്യാവശ്യം ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കുക. മാങ്ങയെന്നും അതുപോലെ ചെറിയ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. ഇനി അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുളിയുള്ള മോരും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാം. ഇനി തേങ്ങ അരച്ചു കൊണ്ടുവന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം കുറച്ചൊരു ലൂസായിട്ടുള്ള കറിയാണ്. എന്നാൽ ഒരുപാട് ലൂസല്ല ഒരുപാട് കട്ടിയല്ല. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. മാങ്ങ നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മധുരമുള്ള ഒരു കറിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാപ്പേരൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിന് കഴിക്കാൻ വേറെ ഒരു കറി ഇല്ലെങ്കിലും മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി ഒഴിച്ചു കറി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്